ഹായ് 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 ഹലോ മക്കളെ, എല്ലാവരും നമ്മുടെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയെന്നറിയാം. അപ്പോൾ ആ ഒരു മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് മക്കളെ, ചരിത്രഗതി വിശേഷത അല്ലെങ്കിൽ ചരിത്ര പ്രതിപ്പണി കേസിലേക്ക് അല്ലേ, അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച്. ചരിത്രഗത വിശേഷത ആയിക്കോട്ടെ, ചരിത്ര പ്രതിപ്പണി ആയിക്കോട്ടെ, അതെങ്ങനെയാണ് എഴുതേണ്ടത്? സ്വഭാവ സവിശേഷത, ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവ സവിശേഷത എങ്ങനെ എഴുതേണ്ടത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രശ്നപത്രമേധീകയ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് മിസ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കോമൺ ആയിട്ടുള്ള കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ മിസ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. പ്രശ്നപത്രമേധീകയ പ്രസംഗ് സമച്ചുകർ പാത്രക്കോ പഹ്ചാനില്ലേ. എന്താണ് അതിനർത്ഥം? ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വായിച്ചിട്ട് ഏത് കഥാപാത്രത്തിൻ്റെയാണ് നിങ്ങൾ എഴുതേണ്ടത്, അവരുടെ ഏത് കഥാപാത്രമാണ് നിങ്ങൾ ആദ്യം വായിച്ച് മനസ്സിലാക്കുക. രണ്ടാമത്തെ പാത്രക്ക് ചരിത്രकी विशेषताओं को समझकर संक्षिप्त रूप में लिखे. ആദ്യം അവരുടെ സ്വഭാവ സവിശേഷത മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സംക്ഷിപ്തമായിട്ട് നിങ്ങൾ എഴുതണം, ചുരുക്കി എഴുതണം. വിശേഷതാओं को वाक्य या सरल शब्दों में लिखे. സെന്റൻസിലോ അല്ലെങ്കിൽ സരളമായ ശബ്ദത്തിലോ നിങ്ങൾ എഴുതാമെന്നാണ്. വിശേഷതാओं को वाक्य या सरल शब्दों में लिखे. സരളമായ ശബ്ദത്തിലൂടെ നിങ്ങൾക്ക് എഴുതാം എന്നുള്ളതാണ്. നോക്കിയ മക്കളെ, കുച്ച് പ്രമുഖ ചരിത്രഗത വിശേഷതയും നോക്കി നിങ്ങൾ ഇത്രയും കുറച്ച് ചരിത്രഗത വിശേഷതകൾ അല്ലെങ്കിൽ കോമണായിട്ട് നമുക്കറിയാം. ചരിത്രഗത വിശേഷത ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജുലൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിത്രാ മുതുകൽജിയുടെ അല്ലേ നാട്യരൂപാന്തര ജുലൂസിലെ കഥാപാത്രങ്ങളൊക്കെ എൻ്റെ മക്കൾക്ക് അറിയാമല്ലോ. യെസ്, ഇബ്രാഹിം അലി, ബീബർ സിംഗ്, അതുപോലെ മൈക്കു, അതിലെ ഷമ്മുനാഥും ദീൻദയാലും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ആൾക്കാരാണ് ബീർബൽ സിംഗ്, ഇബ്രാഹിം അലി, അതേപോലെ മൈക്കു. അത് ചോദിക്കും. അവരുടെയാണ് പൊതുവെ ചോദിച്ചു കണ്ടിട്ടുള്ളത് ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, അപ്പം അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അവരുടെ മൂന്നാമത്തെ പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റും. ഓരോ ക്യാരക്ടറും നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ബീർബൽ സിംഗിൻ്റെ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ആ കഹാനി, ആ ഒരു നാട്യരൂപാന്തരം വായിച്ചിട്ട് അവരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. അവർക്ക് ആപ്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ നോക്കുക. ഇർമാൻധാരി സത്യസന്ധനാണ്. അതാരാണ്? നമ്മുടെ ഇബ്രാഹിം അലി ജി, മൈക്കോ ഒക്കെയാണ്, എല്ലാവർക്കുമായി ബന്ധപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് കൊടുക്കാം, ഇർമാൻധാരി എന്നുള്ളത്. സാഹസിയാണ്, നല്ല സാഹസിയാണ് എന്നുള്ളത് ആരാണ്? അതെ, നമ്മുടെ ഇബ്രാഹിം അലിജിൻ്റെയാണ് അല്ലേ. അതേപോലെ ദേശസ്നേഹി, ദേശസ്നേഹി ആരാണ്? നമ്മുടെ മൈക്കു. അതേപോലെ ഇബ്രാഹിം അലിഖാൻ. ദേശദ്രോഹി നമ്മുടെ ബീർബൽ സിംഗ് അല്ലേ. ജല്ലാധാരോഗ ഹെ, രാക്ഷസനായിട്ടുള്ള ഇൻസ്പെക്ടർ എന്നൊക്കെ ദേശദ്രോഹിയാണ്. ചാലാക്കി, സൂത്രശാലി, ചതുരായി, നല്ല ബുദ്ധിശാലി, പരിശ്രമി, മേനത്തി, നല്ല പരിശ്രമിക്കുന്നവൻ, പരോപകാരി. ഇനി ടർപ്പോക്ക്, ഭീരു, ആഖ്യാകാരി ആരാണല്ലോ? നമ്മുടെ ബീർബൽ സിംഗ്. ആഖ്യ അനുസരിച്ചവൻ അല്ലേ, ആ ഓർഡർ അനുസരിക്കും. ക്ഷമാശീലനാണ്, പശ്ചാത്താപഗ്രസ്തനാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈർഷ്യാലു, പശ്ചാത്താപഗ്രസ്തൻ നമ്മുടെ അസ്ലമിൻ്റെവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബാബുജീനെ പറയാം, അല്ലെങ്കിൽ യാത്രേനെ പറയാം അല്ലേ. ഈർഷ്യാലു, അസൂയുള്ളവനാണ്. സമജ്ദാർ, മനസ്സിലാക്കുന്നവൻ. ഘമണ്ഡ്യ, അഹങ്കാരം. ദയാലു, ആത്മവിശ്വാസി. ദയാലുവാണ്, ആത്മവിശ്വാസി. നിഷ്ഠൂരനാണ്, ക്രൂരനാണ്. പിന്നെ നിഡർ, പേടിയില്ലാത്തവനാണ്. അപ്പം ഇത്രയും സ്വഭാവ സവിശേഷതകൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. സ്വഭാവ സവിശേഷതകളാണ്, ഒരുപാട് സ്വഭാവ സവിശേഷതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച് പോയിക്കോളുക. അപ്പോൾ ഓരോ കഥാപാത്രം ഏതാണ് ചോദിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് എടുത്ത് എഴുതുക. അതിന് വേണ്ടിയിട്ടാണ് മിസ്സ് ഇത് തന്നുള്ളത് കേട്ടോ. അതാണ് കുറിച്ച് പ്രമുഖ ചരിത്രഗത വിഷയം. ഇത് നിങ്ങൾ എന്ത് ചെയ്യാം? പോയിൻ്റാക്കി എഴുതാടാ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക നമുക്ക് കണ്ടാലോ? ഇങ്ങനെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇബ്രാഹിം അലിക്ക് ചരിത്ര ടിപ്പണി ലിഖി എന്ന് പറഞ്ഞിട്ട് 4 മാർക്കിന് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഇബ്രാഹിം അലിജിയുടെ. നിങ്ങൾ നോക്കുക, ഇബ്രാഹിം അലിജീൻ്റെ എന്തൊക്കെ ഉണ്ട് ഈ ഒരു ഇതിൽ ഇബ്രാഹിം അലിജിക്ക് ആപ്റ്റായിട്ടുള്ളത്. ഇർമാൻധാരിയാന്ന് എൻ്റെ മക്കൾക്ക് അറിയാം. സാഹസികനാണ്, ദേശസ്നേഹിയാണ്, ചാലാക്കി എന്നല്ല, ചതുരായി, അതേപോലെ പരോപകാരിയാണ്, എന്താ പറയുക, നമ്മുടെ ക്ഷമാശീലനാണ്, അതേപോലെ സമജ്ദാറാണ്, ദയാലുവാണ്, ആത്മവിശ്വാസിയാണ്, നീഡറാണ്.
കൊടുത്തൂടെ? ഇത്രയും കൊടുത്ത് നിങ്ങൾക്ക് 4 മാർക്ക് സിമ്പിളായിട്ട് കിട്ടുകടാ. അതാണ് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കും. ഇനിയിപ്പോൾ ബീർബൽ സിംഗിനെ ചോദിച്ചോട്ടെ, അവരുടെ ആസ്പദമാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. നോക്കിയേ, ഫസ്റ്റത്തെ പാരഗ്രാഫിൽ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങളെ ഒരു കഥാപാത്രം തന്നാൽ ഇത് അതായത് ഏത് ചാപ്റ്ററിലെയാണ്, അതിലെ ആരുടെയാണ് എഴുതിയത്, അപ്പോൾ അവരുടെ ഇന്ന കഥ. അതാണ് ജുലൂസ് നാട്യ രൂപാന്തർക്ക മുഖ്യ പാത്ര ഹേ ഇബ്രാഹിം അലി. ജുലൂസ് നാട്യ രൂപാന്തരല്ലേ, ചിത്രാവത് ഗൾജിനെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ചിത്രാവത് ഗൾജിക്ക ജുലൂസ് നാട്യ രൂപാന്തർക്ക മുഖ്യ പാത്ര ഹേ ഇബ്രാഹിം അലി, ഗാന്ധിജിയുടെ സച്ച് അനുയായി ഹേ. ഗാന്ധിജിയുടെ അനുയായി അല്ലടാ. യെസ്, ഏ കഥൻ ഉൻകെ ചരിത്രക്ക് നിമ്നലിഖിത വിശേഷതാവും കോ ഉജാഗർ കർത്തേ ഹേ. അങ്ങനെ വേണം നിങ്ങൾ എഴുതാൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിശേഷതകളൊക്കെയാണ് ഉജാഗർ കർത്തേ ഹേ. അന്യ വിശേഷതകളൊക്കെയാണ് കാണുന്നത് അവരുടെ സ്വഭാവത്തിൽ. എന്തൊക്കെയാണ്? അഹിംസാവാദ്, ഇർമാൻദാരി, പവിത്ര ദേശപ്രേം, വീരത എവം സാഹസികത, ദൃഢനിശ്ചയ്, പ്രതീക്ഷ എവം പ്രത്യാശ. ഇത്രയല്ലടാ, ഇതൊക്കെ അവരുടെ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത്. അഹിംസാവാദിയാണ്, അഹിംസയല്ലേ. ഇർമാൻദാരി, സത്യസന്ധനാണ്. പവിത്രമായിട്ടുള്ള ദേശപ്രേമാണ്. വീരനും സാഹസികനുമാണ്. ദൃഢനിശ്ചയമാണ്. പ്രതീക്ഷയും പ്രത്യാശയുമാണ്. ഇത്രയും നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇബ്രാഹിം അലിയുമായി ബന്ധപ്പെട്ട് ഇത്രയല്ലടാ. അപ്പോൾ എൻ്റെ മക്കളോട് ഇത്ര ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ കുറച്ച് കാര്യങ്ങൾ ആ കുറച്ച് ചരിത്രഗത വിശേഷതകൾ മിസ്സ് സൂചിപ്പിച്ചില്ലേ, അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച് പോയിക്കോളുക. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. മൈക്കൂനാണെന്ന് വെച്ചാൽ മൈക്കൂന് അപ്ലൈ ചെയ്യാം അതിലുള്ള കുറച്ച് കാര്യങ്ങൾ. അതുപോലെ ബീർബൽ സിംഗിലെ മറ്റേ ദേശദ്രോഹി എന്നുള്ള കാര്യമൊക്കെ ഇല്ലേ, അതേപോലെ ടർപ്പോക്ക് എന്നൊക്കെ അവസാനം പേടിത്തൊണ്ടനായിട്ട് ഓടുന്നൊക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങൾക്ക് അതിൽ കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് മിസ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലായില്ലേ? യെസ്, ഇത്രയുള്ളടാ. നമ്മളെ ചരിത്രപ്പെട്ടിപ്പിനെ ചോദിക്കുകയാണെങ്കിൽ സുഖമായി, സിമ്പിളായിട്ട്, സരളമായിട്ട്, ലളിതമായി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള മക്കളെ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. എക്സാമിന് ഇതൊക്കെ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഇനി ലൈവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം, നമ്മുടെ എച്ച് പോട്ടിൻ്റെ ലൈവ് ഉണ്ട്, നമ്മുടെ ഹരിത മിസ്സിൻ്റെ ലൈവ് ഉണ്ട്, ഹിന്ദി ലൈവ് ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, ലൈവിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എക്സാമിന് വന്നിട്ടുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക ഈ വീഡിയോയും. അതേപോലെ ആസ്വാദനത്തിന് കേസിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. ഓക്കെ മക്കളെ, ധന്യവാദ്.